ഗജാനനം ഭൂതഗണാധിസേവിതം കവിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വരപാദപങ്കജം. ബാലാരവിദ്യുതിമിന്ദുകിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖീം വരദാങ്കുശപാശാഭീതികരാം പ്രഭജേ ഭുവനേശീം. ഓം ശ്രീ മഹാസരസ്വത്യേ നമഃ. ഓം നമഃചണ്ഡികായ. എല്ലാവർക്കും നമസ്കാരം. ദേവിയുടെ അനുഗ്രഹവും കടാക്ഷവും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഇന്ന് 11-ാമത്തെ അധ്യായം, അതായത് നാരായണീ സ്തുതിയാണ് 11-ാമത്തെ അധ്യായം. ഇത് ദേവീ മഹാത്മ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകങ്ങളാണ് ഇതിലുള്ളത്. നാരായണീ സ്തുതിയിൽ ഇത് ദിവസവും നമ്മുടെ വീട്ടിൽ ജപിച്ചാൽ ഒരു തർക്കവും ഇല്ല, ഐശ്വര്യം മേൽക്കുമേൽ കുമിഞ്ഞുകൂടി വരുമെന്നാണ് പറയുന്നതും അത് അനുഭവമാണത്. ഒരു തർക്കമില്ലാത്ത വസ്തുതയാണ്. നാരായണീ സ്തുതി ജപിച്ചാൽ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവും. തന്നെയല്ല, അതിലെ ചില പ്രത്യേക ശ്ലോകങ്ങൾ ജപിച്ചാൽ ഓരോരോ ഫലസിദ്ധിയും പറയുന്നുണ്ട്. അത് ഇതിൻ്റെ വ്യാഖ്യാനം ചെയ്യുമ്പോൾ അത് ഞാൻ പ്രത്യേകമായിട്ട് എടുത്ത് പറയുന്നതാണ്, ഏതൊക്കെ ശ്ലോകങ്ങളാണ് എന്നുള്ളത്. ഇവിടെ ഇപ്പം ബാലാരവിദ്യുതിമിന്ദുകിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാഭീതികരാം പ്രഭജേ ഭുവനേശിം എന്നുള്ളത് ഈ 11-ാം അധ്യായത്തിൻ്റെ തുടക്കത്തിലുള്ള ധ്യാന ശ്ലോകമാണ്. ഇതിൽ ഭുവനേശ്വരി ദേവിയാണ് പ്രാർത്ഥിക്കുന്നത്. ഭുവനേശ്വരി ദേവി എന്ന് പറഞ്ഞാൽ ബാലാരവിദ്യുതി. ഇവിടെ ദേവിയുടെ പ്രത്യേകതകൾ, അതായത് ബാലാർക്കനെ പോലെ, അതായത് പ്രഭാത സൂര്യനെ പോലെ ശോഭിക്കുന്നവൾ. ഇന്ദുകിരീടം എന്ന് പറഞ്ഞാൽ ദേവിയുടെ തലയിലിരിക്കുന്ന കിരീടം ഒരു ചന്ദ്രനാണ്, അതായത് ഇന്ദുവാണ്. തുംഗകുജം എന്ന് പറഞ്ഞാൽ ഉയർന്ന വക്ഷസ്സോട് കൂടിയവൾ, ഉയർന്ന സ്ഥലം. കുജം സ്ഥലമാണ്, ഉയർന്ന വക്ഷസ് എന്ന് പറഞ്ഞാൽ ഉയർന്ന സ്ഥലങ്ങളോട് കൂടിയവൾ, സൗന്ദര്യത്തിൻ്റെ ലക്ഷണമാണ് അത്. നയനത്രയയുക്തം 3 കണ്ണുകളോട് കൂടിയവൾ. അതുപോലെ സ്മേരമുഖിം എന്ന് പറഞ്ഞാൽ പ്രസന്നവദനയാണ് ദേവി. വരദാങ്കുശ പാശാഭീതികരം. ഇനി ദേവിയുടെ കൈകളിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കുക. വരദമുദ്രയാണ് ഒരു കയ്യിൽ കാണിച്ചിരിക്കുന്നത്, വേറൊരു കയ്യിൽ അങ്കുശം, തോട്ടി, കയറ്. അതുപോലെ വേറൊരു കയ്യിൽ അഭീതികരം എന്ന് പറഞ്ഞാൽ ഭീതിയെ അകറ്റുന്ന മുദ്ര. ഇത്രയുമാണ് ദേവിയുടെ പ്രത്യേകതയായിട്ട് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ദേവിയെ ഞാൻ പ്രഭജേ, ആ ഭുവനേശ്വരി ദേവി. ഇത് 10, അതായത് 10 മഹാവിദ്യകളുള്ളതിൽ ഒന്നാണ് ഈ ഭുവനേശ്വരി ദേവി. അപ്പോൾ ഇങ്ങനെയുള്ള ഭുവനേശ്വരി ദേവിയെ ഞാൻ ഭജിക്കുന്നു എന്നാണ് ധ്യാന ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് 11-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം നോക്കാം. അപ്പോൾ അതിൽ ഉവാച മന്ത്രമാണ്. അത് ആദ്യം മുതൽ തുടങ്ങുമ്പോൾ 507-ാമത്തെ മന്ത്രമാണത്. ഋഷിരുവാച, ഋഷി പറഞ്ഞു. ഇനി 1-ാമത്തെ ശ്ലോകം. ഇതിൽ 4 വരി ശ്ലോകങ്ങളായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം അല്ല, അവസാനം 2 വരി ശ്ലോകങ്ങളാണ്. ദേവ്യാ ഹതേ തത്ര മഹാസുരേന്ദ്രേ സേന്ദ്രാഹ സുരാവന്നി പുരോഗമാസ്ഥാം കാത്യായനീം തുഷ്ടൂരിഷ്ടലാഭാത് വികാശി വക്ത്രാസ്തു വികാസിദാശ. വികാസി വക്ത്രാസ്തു വികാസിദാശ. ഇത് ഈ അക്ഷരങ്ങൾ ചില ബുക്കുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിക്കിടും. പഴയ ബുക്കിൽ വികാസി വക്ത്രാസ്തു എന്നുള്ളതിന് വക്ത്രാമ്പു വികാസിദാശ എന്ന് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കയ്യിലുള്ള ബുക്ക് അനുസരിച്ച് വായിക്കുക. ഇനി ഋഷി പറഞ്ഞു ദേവ്യാ തത്ര, അവിടെ യുദ്ധം. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ദേവി അസുരനെ വധിച്ചു കഴിഞ്ഞ് ഉള്ള ഇത് സ്തുതിയാണ് ദേവന്മാരുടെ. അപ്പോൾ ദേവ്യാ തത്ര, അവിടെ ആ യുദ്ധത്തിൽ മഹാസുരേന്ദ്രേ, മഹാ അസുരന്മാരിൽ വെച്ച് ഇന്ദ്രൻ, അതായത്
ഏറ്റവും വലിയ, ഇവിടെ ശുംഭനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലേ. ഹതേ കൊല്ലപ്പെട്ടപ്പോൾ, സേന്ദ്രാഹ എന്ന് പറഞ്ഞാൽ സഹ ഇന്ദ്രാഹ എന്നാണ്. ആ ഇന്ദ്രനോട് കൂടിയവരായി വന്നി പുരോഗമാഹ, അതായത് പുരോഗമാഹ എന്ന് പറഞ്ഞാൽ മുൻപിൽ വരുന്നവരായി. വന്നി അഗ്നിയാണ് മുൻപിൽ വന്നിരിക്കുന്നത്. സുരാഹ ദേവന്മാർ, ഇഷ്ടലാഭാത് ഇഷ്ടം സാധിച്ചതുകൊണ്ട്, വികാശി വക്രാഹ ഇവിടെ നല്ലവണ്ണം വികാസി എന്ന് പറഞ്ഞാൽ വികാശി ആണ് എഴുതിയിരിക്കുന്നതെങ്കിലും വികാസി തെറ്റില്ല. കാരണം വികസിച്ച വക്ത്രങ്ങളോട്, ഇവിടെ വക്രം എന്ന് പറഞ്ഞാൽ മുഖത്തോടുകൂടി, വക്രം വായല്ല, ഇവിടെ മുഖങ്ങളോട് കൂടിയവരായി എല്ലാ ദേവന്മാരും. അഗ്നിയെ മുമ്പിൽ നടത്തി അഗ്നിയുടെ പുറകെയാണ് ബാക്കി എല്ലാ ദേവന്മാരും വരുന്നത്. അപ്പോൾ എല്ലാവരുടെയും മുഖം വികസിച്ചിരിക്കുകയാണ് സന്തോഷം കൊണ്ട്, പ്രകാശിക്കപ്പെട്ട മുഖങ്ങളോട് കൂടിയത്. ഇനി ആശ എന്ന വാക്കിന് ദിക്കുകൾ എന്നർത്ഥമുണ്ട്. ഇവിടെ ദിക്കുകളും പ്രകാശിച്ചു, ലോകം മുഴുവനും പ്രകാശിച്ചു എന്ന് പറയുന്നതിൽ തെറ്റില്ല. കാത്യായനിയും തുഷ്ടുവു ചന്ദ്രികാദേവിയെ സ്തുതിച്ചു, കാത്യായനി ദേവിയെ സ്തുതിച്ചു എന്നർത്ഥം ദേവന്മാരെല്ലാവരും. അപ്പോൾ ഇവിടെ മഹാസുരന്മാരിൽ വെച്ച് ശ്രേഷ്ഠനായ ശുംഭാസുരനെ ദേവി യുദ്ധത്തിൽ നിഗ്രഹിച്ചപ്പോൾ ഇന്ദ്രനും അഗ്നി മുതലായ ദേവന്മാർ തങ്ങളുടെ ആഗ്രഹം സാധിച്ചത് കണ്ട് അതുകൊണ്ട് വളരെയധികം സന്തോഷത്തെ പ്രാപിക്കുകയും അവരുടെ മുഖമെല്ലാം പ്രകാശിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ദിക്കുകളും പ്രകാശമാനമായി എന്ന് പറയുന്നു. ദേവിയെ അങ്ങനെ സന്തോഷിച്ച ദേവന്മാർ ദേവിയെ, അതായത് കാത്യായനി ദേവി അല്ലെങ്കിൽ ചണ്ഡികാദേവിയെ സ്തുതിച്ചു എന്നർത്ഥം. ഇവനെ ഇഷ്ടാർത്ഥ സിദ്ധിപ്രദമേശപുത്രം അത് വരുന്നതേ ഉള്ളൂ. ഇവിടെ നമുക്കിനി ഒന്നുകൂടെ വായിക്കാം ശ്ലോകം. ദേവ്യാ ഹതേ തത്ര മഹാസുരേന്ദ്രേ സേന്ദ്രാസുരാവന്യ പുരോഗമാസ്താം കാത്യായനീം തുഷ്ടൂരിഷ്ടലാഭാത് വികാസിവക്രാശ്ച വികാസിതാശാഹ. ഇനി അടുത്ത ശ്ലോകം നോക്കാം, രണ്ടാമത്തെ ശ്ലോകം. ദേവീ പ്രപന്നാർത്തിഹരേ പ്രസീദ പ്രസീദ മാതർജഗതോഖിലസ്യ പ്രസീദ വിശ്വേശ്വരി പാഹി വിശ്വം ത്വമീശ്വരി ദേവി ചരാചരസ്യ. ഇവിടെ നമുക്ക് നോക്കാം, പ്രപന്നാർത്തിഹരേ ദേവി, അതായത് നമ്മൾ ശരണം പ്രാപിക്കുന്നവരുടെ ആർത്തി ദുഃഖമാണ് ഹരിക്കുന്നവൾ, ആർത്തിയെ നശിപ്പിക്കുന്ന ദേവി. ശരണം പ്രാപിക്കുന്നവരുടെ ആർത്തിയെ നശിപ്പിക്കുന്ന ദേവിയാണ്. ഈ ശ്ലോകം നമ്മൾ മറ്റ് ശ്ലോകം ജപിക്കുമ്പോൾ ഈ ശ്ലോകം ചേർത്ത് ജപിച്ചാലും അല്ലെങ്കിൽ ഈ ശ്ലോകം മാത്രം ജപിച്ചാലും, അത് 1000-ഓ 100-ഓ എത്ര ആവർത്തി ജപിച്ചാലും സർവ്വ ആപത്തും അകന്നു പോകും എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ സർവ്വ ഐശ്വര്യപ്രദവുമാണ് ഈ ശ്ലോകം ജപിക്കുന്നത്. ദേവി പ്രപന്നാർത്തിഹരെ, ഞാൻ പറഞ്ഞിരുന്നു ഈ അധ്യായത്തിലെ ചില പ്രത്യേക ശ്ലോകങ്ങൾ ജപിച്ചാൽ അതിന് പ്രത്യേക ഫലസിദ്ധി പറയുന്നുണ്ടെന്ന്. അതിലൊന്നാണിത്. ഈ രണ്ടാമത്തെ ശ്ലോകം, ദേവി പ്രപന്നാർത്തിഹരെ പ്രസീദ പ്രസീദ മാതർജഗതോഖിലസ്യ പ്രസീദ വിശ്വേശ്വരി പാഹി വിശ്വം ത്വമീശ്വരി ദേവി ചരാചരസ്യ. അപ്പോൾ പ്രപന്നാർത്തിഹരെ എന്ന് പറഞ്ഞാൽ ആർത്തിയെ ഹരിക്കുന്നവൾ, അതായത് ശരണം പ്രാപിക്കുന്നവരുടെ ദുഃഖത്തെ ശമിപ്പിക്കുന്നവൾ എന്നർത്ഥം. ഇനി പ്രസീദ എന്ന് പറഞ്ഞാൽ ദേവി അവിടുന്ന് പ്രസാദിച്ചാലും സന്തുഷ്ടയായാലും അഖിലസ്യ ജഗത മാത, എല്ലാ ലോകത്തിനും ജനനിയായവൾ, ഈ സകല ലോകത്തിൻ്റെയും മാതാവായ ജനനി, മാതാവായ ദേവി. പ്രസീത വീണ്ടും പറയുകയാണ്, പ്രസാദിച്ചാലും. വിശ്വേശ്വരി എന്ന് പറഞ്ഞാൽ ജഗദീശ്വരി അമ്മേ, അവിടുന്നാണ് ഈ ലോകമാതാവേ എന്ന് വിളിക്കുകയാണ്. വിശ്വം പാഹി, ഈ പ്രപഞ്ചത്തെ പാഹി എന്ന് പറഞ്ഞാൽ പാഹിമാം എന്ന് പറഞ്ഞാൽ എന്നെ രക്ഷിച്ചാലും, ഇവിടെ പാഹി വിശ്വം, വിശ്വത്തെ രക്ഷിച്ചാലും. ദേവി വീണ്ടും വിളിക്കുകയാണ് ജഗദീശ്വരിയെ. ത്വം അവിടുന്ന് ചരാചരസ്യ ഈശ്വരി, ഈ ചരാചരങ്ങൾക്ക് ചരിക്കുന്നവയ്ക്കും അല്ലാത്തവയ്ക്കും, അതായത് ചലനമുള്ളവയ്ക്കും അല്ലാത്തവയ്ക്കും, ഈ പ്രപഞ്ചത്തിലുള്ള സർവത്തിനും ആധാരഭൂത ദേവിയാണ്. അവിടുന്ന് പ്രസാദിച്ചാലും അവിടുന്ന് ഈ ചരാചരങ്ങൾക്കെല്ലാം ഈശ്വരിയാണ്, സ്വാമിനിയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഒന്നോടെ വായിക്കാതെ, ദേവി പ്രപന്നാർത്തിഹരേ പ്രസീദ പ്രസീദ മാതർ ജഗതോഖിലസ്യ, ജഗതഃ അഖിലസ്യാണ് ജഗതോഖിലസ്യ, പ്രസീദ വിശ്വേശ്വരി പാഹി വിശ്വം ത്വമീശ്വരി ദേവി ചരാചരസ്യ. മൂന്നാമത്തെ ശ്ലോകം. ആധാരഭൂത ജഗതസ്ത്വമേക മഹീസ്വരൂപേണ യതസ്ഥിതാസി അപാം സ്വരൂപസ്ഥിതയാ ത്വയേദാപ്യായതേ കൃഷ്ണവലംഘ്യവീര്യേ. ഇനി ആധാരഭൂത ത്വം യതഃ, ഈ അവിടുന്ന് ദേവി, അവിടുന്ന്
യാതൊരു കാരണം ഏതു കാരണത്താലാണോ മഹി സ്വരൂപേണ, മഹി ഭൂമിയാണ്, ഈ ഭൂമിയുടെ രൂപത്തോടു കൂടിയവളായിട്ട് സ്ഥിത ഇരിക്കുന്നു, അതായത് അവിടുന്ന് ഈ ഭൂമിയുടെ രൂപത്തോടു കൂടിയിരിക്കുന്നു. അസി അത് ഹേതുവായിട്ട്, ഇവിടെ അസി എന്ന വാക്കിൻ്റെ അർത്ഥം വാള് എന്നല്ല, അതുകൊണ്ട് എന്നാണ്. കാരണഭൂതയായിട്ട് ഈ ഭൂമിയുടെ ആകൃതി, അതായത് ഭൂമിയുടെ രൂപത്തോടു കൂടി, അതായത് ഭൂമി എന്ന് പറഞ്ഞാൽ സകല ചരാചരങ്ങളോടും കൂടിയ ആ ഭൂമിയാണ് ഉദ്ദേശിക്കുന്നത്. ജഗതഹ എന്ന് പറഞ്ഞാൽ ജഗത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ ആധാരഭൂത, ഈ ലോകത്തിൻ്റെ ആധാരം അവിടുന്നാണ്, ബേസാണ് ആധാരം എന്ന് പറഞ്ഞാൽ. ത്വം ഏക, ഈ ലോകത്തിൻ്റെ എല്ലാ ആധാരഭൂതയായിട്ടിരിക്കുന്ന ഒരേ ഒരു ദേവി അവിടുന്നാണ്. ഏക അവിടുന്ന് മാത്രമാണ്. അലംഘ്യവീര്യേ അത് ലംഘിക്കുന്നതിന്, അതിന് തുല്യമായ, അത് ലംഘിക്കുന്നതിന് ബലമുള്ള ആരുമില്ല. അതായത് അലംഘ്യമായ ബലത്തോടുകൂടിയ അതിനെ എതിർക്കാനോ അതിന് തുല്യമായതോ മറ്റാരുമില്ല. അവിടുന്ന് അത്രമാത്രം ബലത്തോടു കൂടിയവളാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപാം സ്വരൂപസ്ഥിതയാ ത്വയാ, ത്വയ എന്ന് പറഞ്ഞാൽ അവിടുന്ന്, ദേവിയാൽ, നിന്നാൽ എന്നാണ്. ദേവിയെ നമ്മൾ നിന്നാൽ എന്ന് ബഹുമാനം ഇല്ലാതെ പറയാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അവിടുന്ന് ദേവിയാൽ അപാം സ്വരൂപസ്ഥിതയാ, അപാം ജലങ്ങളുടെ രൂപത്തോടു കൂടിയവളായി, സ്വരൂപം സ്ഥിതി ചെയ്യുന്നത് ജല രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നവളായ നിന്നാൽ ഏതത് കൃത്സ്നം ഈ ജഗത്ത് മുഴുവൻ ആപ്യായതേ വർദ്ധിക്കപ്പെടുന്നു. ജലരൂപത്തിൽ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ ജലത്തിൻ്റെ രൂപത്തോടു കൂടിയവളായ അവിടുന്ന് ദേവിയാൽ ഈ ലോകം മുഴുവനും വർദ്ധിപ്പിക്കപ്പെടുന്നു. അതായത് ജലത്തിന് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുകയാണ്, പ്രാധാന്യം കൊടുത്തിരിക്കുകയാണ്. ഭൂമിയുടെ രൂപത്തോടു കൂടിയവളായിരിക്കുന്ന അല്ലയോ ദേവി അവിടുന്നാണ് ഈ ലോകത്തിൻ്റെ എല്ലാം ആധാരം. അവിടുത്തെ അതിനെ ലംഘിക്കാൻ വേറെ ഒന്നുമില്ല. അത്രയും പരാക്രമത്തോടു കൂടിയ ദേവി അവിടുന്ന് ജലസ്വരൂപയായിരിക്കുന്നത് കൊണ്ട് ഈ ജഗത്തിനെ മുഴുവനും വർദ്ധിപ്പിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ആധാരഭൂത ജഗതസ്തുമേക മഹീസ്വരൂപേണ യതസ്ഥിതാസി അപാം സ്വരൂപസ്ഥിതയാ ത്വൈതദാപ്യായതേ കൃത്സ്നമലംഘ്യവീര്യേ. ഇനി 4ാമത്തെ ശ്ലോകം നോക്കാം. ത്വം വൈഷ്ണവീ ശക്തിരനന്തവീര്യ വിശ്വസ്യ ബീജം പരമാസിമായ സമ്മോഹിതം ദേവി സമസ്തമേത ത്വം വൈ പ്രസന്ന ഭൂമിമുക്തിഹേതുഹു. ദേവി ത്വം അല്ലയോ ദേവി അവിടുന്ന് അനന്തവീര്യ, അനന്തം എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്തത്, അവസാനമില്ലാത്ത വീര്യത്തോടു കൂടിയവളാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. പരാക്രമം, വീര്യം, ശക്തി ഇതെല്ലാം വരും. വൈഷ്ണവീ ശക്തിയാണ്, വിഷ്ണുവിനെ സംബന്ധിച്ച ശക്തിയാണ് അവിടുന്ന്. ത്വം അവിടുന്ന് വിശ്വസ്യ ബീജം, ഈ പ്രപഞ്ചത്തിൻ്റെ ആദി കാരണം, അതായത് സൃഷ്ടിക്ക് ഹേതുവായ ബീജം അവിടുന്നാണ്. സ പരമാ അവിടുന്ന് ഉത്കൃഷ്ടയായ മായ അസി അവിടുന്ന് അവിദ്യ, ഈ പ്രപഞ്ചത്തിൻ്റെ മൂലകാരണമായ അല്ലെങ്കിൽ ബീജമായ, ബീജകാരണഹേതു, ഉൽപ്പത്തിക്ക് കാരണഹേതുവായ ശക്തി, അവിദ്യാശക്തി, അതായത് മായാശക്തിയായി ഉത്കൃഷ്ടയായി ഇരിക്കുന്നത് അവിടുന്ന് തന്നെയാണ്. അവിടുന്നാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ആധാരഭൂതം എന്ന ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഉൽപ്പത്തിക്ക് കാരണമായ അവിദ്യാശക്തിയായി അവിടുന്ന് തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്, ഭവിക്കുന്നത്. അല്ലയോ ദേവി, ദേവിയാൽ ഏതത് സമസ്തം ഈ കാണുന്ന സമസ്ത ലോകവും സമ്മോഹിതം നല്ലവണ്ണം മോഹിക്കപ്പെടുന്നു. അതുപോലെ തന്നെ സമ്മോഹിതം എന്ന് പറഞ്ഞാൽ വളരെ നല്ലവണ്ണം എന്നുള്ള അർത്ഥമാണ്. ത്വം പ്രസന്ന അവിടുന്ന് പ്രസന്നയായാൽ, ദേവി അവിടുന്ന് പ്രസന്നയായാൽ, സന്തോഷിച്ചാൽ, ഭൂവി എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ, മുക്തിഹേതുഹു അത് മോക്ഷത്തിന് കാരണമാകുന്നു എന്ന്. ത്വം വൈ എന്ന് പറഞ്ഞാൽ പ്രസിദ്ധം എന്നാണ്. ത്വം വൈ പ്രസന്ന അവിടുന്ന് പ്രസന്നയായാൽ ഈ ഭൂമിയിൽ നിന്നുള്ള മോക്ഷത്തിന് തന്നെ അവിടുന്ന് കാരണമാകുന്നു എന്ന് എന്ന വസ്തുത പ്രസിദ്ധമാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ത്വം വൈഷ്ണവീ ശക്തിരനന്തവീര്യ വിശ്വസ്യ ബീജം പരമാസിമായ സമ്മോഹിതം ദേവി സമസ്തമേത ത്വം വൈ പ്രസന്ന ഭൂമിമുക്തിഹേതു. ഇനി അടുത്ത ശ്ലോകം നോക്കാം, 5ാമത്തെ. വിദ്യാസമസ്താസ്തവ ദേവി ഭേദാഃ സ്ത്രീയഃ സമസ്താ സകലാ ജഗത്സു ത്വയൈകയാ പൂരിതമംബയൈതത് കാതേ സ്തുതിസ്തവ്യപരാപരോക്തിഃ. ദേവി അല്ലയോ ദേവി ജഗദീശ്വരി, സമസ്താഹ വിദ്യാഹ എല്ലാ വിദ്യകളും
ജഗത്സു സകലാഹ, ലോകത്തിലുള്ള 64 കലകളോടും കൂടിയ വിദ്യകളെയാണ് ഉദ്ദേശിക്കുന്നത്. സകല വിദ്യകളും, സകലാ ജഗത്സു. സമസ്താഹ സ്ത്രീയ, അതുപോലെ തന്നെ എല്ലാ സ്ത്രീകളും, സ്ത്രീയ എന്ന് പറഞ്ഞിരിക്കുന്ന സ്ത്രീകളും എന്നാണ്. വിദ്യ 18 എണ്ണമാണുള്ളത്, അതുപോലെ കലകൾ 64 എണ്ണം ഉണ്ട്. അങ്ങനെ ഓരോന്നിനും പഴയ കാലത്തെ ഇതുപോലെയുള്ള പുരാണങ്ങൾ 18 അത് അറിയാമെന്ന് കരുതുന്നു. സമസ്ത സ്ത്രീയ, എല്ലാ സ്ത്രീകളും. തവ ഭേദാഹ, നിന്തിരുവടിയുടെ അംശങ്ങളാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലോകത്തിലുള്ള സകല സ്ത്രീകളും അവിടുത്തെ രൂപങ്ങളാണ്. നമ്മൾ പറയാറുണ്ട് ഈ സ്ത്രീകളെ ദേവിയെപ്പോലെ ആദരിക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകളെ അപമാനിക്കുന്ന വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവില്ല എന്ന് പറയും. നമ്മൾ സ്ത്രീകൾ പറയുമ്പോൾ അതിന് വിലയില്ല. പക്ഷേ എപ്പോഴും സ്ത്രീകൾക്കൊരു പ്രത്യേക ബഹുമാനം കൊടുക്കുന്ന വീട്ടിലാണ് എപ്പോഴും ഐശ്വര്യമുള്ളത്. അതായത് സ്ത്രീ എന്ന് പറഞ്ഞാൽ അത് ദേവീ ശക്തിയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് പരമാർത്ഥവുമാണ്. അതുപോലെ എല്ലാ സ്ത്രീകളും അവിടുത്തെ അംശങ്ങൾ തന്നെയാകുന്നു. അതായത് സ്ത്രീകളിൽ അവിടുത്തെ അംശമുണ്ട് എന്നർത്ഥം. ഈ ജഗത്തിൽ ത്വയാ ഏകയാ അമ്പയ, അവിടുന്ന് തന്നെയാണ് ഒരു മാതാവായിരിക്കുന്നത്. അതായത് പൂരിതം, വ്യാപിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതായത് അവിടുന്ന് ഈ ലോകമാതാവായി ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. അതഹ, അതുകൊണ്ട്, അത് ഹേതുവായിട്ട് അല്ലെങ്കിൽ അത് കാരണം, സ്തവ്യപര പരോക്തി, സ്തവ്യപര അപരോക്തി എന്നാണ്. സ്തുത്യർഹമായ വസ്തുവിൻ്റെ മുഖ്യമായും പ്രധാനമായുമുള്ള വചനമാണിത്. ഇങ്ങനെ അതായത് അവിടുന്നാണ് മാതാവ്. ഈ ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും മാതാവ് അവിടുന്നാണ്. ഈ വസ്തുത ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ വസ്തുത, ഈ പറഞ്ഞിരിക്കുന്ന കാര്യം മുഖ്യമായുള്ളതാണ്. ഈ വചനം അവിടത്തേക്കുള്ള ഒരു സ്തുതിയാണ് എന്നാണ്. തേ കാ സ്തുതി, തേ അവിടത്തേക്ക് എന്തൊരു സ്തുതിയാണെന്ന് ചോദിച്ചാൽ അവിടത്തേക്ക് ഇതല്ലാതെ മറ്റൊരു സ്തുതിയില്ല. അവിടുന്ന് എല്ലാ സ്ത്രീകളിലും അവിടുത്തെ അംശമുണ്ട്. അവിടുത്തെ ഒരു രൂപാന്തരം തന്നെയാണ് സ്ത്രീകൾ എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതിൽ. അവിടുന്ന് ലോകമാതാവാണ്. അവിടുന്ന് ലോകം മുഴുവനും വ്യാപിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ കാണുന്ന ജഗത്തും അതുപോലെ തന്നെ അവിടുത്തെ സ്തുതിയെ സംബന്ധിച്ച പരയായും അപരയായും എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രധാനപ്പെട്ടതും അപ്രധാനമായതും എല്ലാ വാക്കുകളും അവിടുത്തെ സ്തുതി തന്നെയാണ്. അല്ലാതെ വേറൊന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവിടെ ശിക്ഷാകൽപ്പം, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, ഛന്ദസ്, ഇങ്ങനെ 6 അംഗങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഋക്യജുസ്, സാമം, അഥർവം, ഈ 4 വേദങ്ങൾ. ഋക്യജുസ്, സാമം, അഥർവം, ഇങ്ങനെ വേദങ്ങൾ 4. മീമാംസ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം ഗവേഷണ തുല്യമായ പഠനത്തിനെയാണ് മീമാംസ എന്ന് പറയുന്നത്. ഇനി പുരാണങ്ങൾ 18 എന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി ഇങ്ങനെ 14 ആയുർവേദം, ധനുർവേദം, ഗാന്ധർവശാസ്ത്രം, ആകെ 18 വിദ്യകൾ ഏതൊക്കെയാണെന്നാണ് ഈ പറഞ്ഞത്. അതായത് ശിക്ഷാകൽപ്പം, വ്യാകരണം, നിരുക്തം, ജ്യോതിഷം, ഛന്ദസ്, ഇങ്ങനെ 6 അംഗങ്ങൾ. പിന്നെ വേദങ്ങൾ 4. പിന്നെ അവയുടെ മീമാംസകൾ. ഇത് ഒന്നായിട്ടല്ല, ഓരോ വേദത്തിനും ഓരോ മീമാംസ വേണമെങ്കിലുണ്ട്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ അതിനെപ്പറ്റിയുള്ളൊരു ഗവേഷണം തന്നെയാണ് ഈ മീമാംസ എന്ന് പറയുന്നത്. ന്യായവിസ്തരം 1, ധർമ്മശാസ്ത്രം 1, പുരാണങ്ങൾ 1, ഇങ്ങനെ 14 എണ്ണം. ആയുർവേദം, ധനുർവേദം, ഗാന്ധർവം, അർത്ഥശാസ്ത്രം, ഇങ്ങനെ ആകെ 18 വിദ്യകൾ ഇങ്ങനെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ 18 വിദ്യകളും അവിടുത്തെ ഭിന്ന ശക്തികളാണ്. അതുപോലെ തന്നെ സ്ത്രീകളെല്ലാം അവിടുത്തെ അംശങ്ങളാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ അവിടുന്ന് ഈ ലോകം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു. അവിടെ നിന്നില്ലാതെ ലോകമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്തിനെ സ്തുതിച്ചാലും അത് എത്തിച്ചേരുന്നത് ദേവിയിൽ തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്ത ശ്ലോകം നോക്കാം. 6ാമത്തെ ശ്ലോകം വിദ്യാസമസ്ത. ആ ശ്ലോകം ഒന്നുകൂടെ പാടണമായിരുന്നല്ലേ. വിദ്യാസമസ്ത സകലാ ജഗത്സു ത്വയേകയാ പൂരിത മുംബൈ തത്കാതേ സ്തുതി സ്തവ്യപരാവരോക്തി. വിദ്യാസമസ്ത സ്തവദേവി ഭേദ ശ്രിയസ്തമസ്ത സകലാ ജഗത്സു ത്വയേകയാ പൂരിത മുംബൈ തത്കാതേ സ്തുതി സ്തവ്യപരാവരോക്തി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ശ്ലോകം. ഈ ശ്ലോകം 2 വരിയേ ഉള്ളൂ. ഇനി മുതൽ അങ്ങോട്ടുള്ള കുറച്ച് ശ്ലോകങ്ങൾ 2 വരിയേ ഉള്ളൂ കേട്ടോ. അതായത് 6ാമത്തെ ശ്ലോകത്തിൽ സർവഭൂത യഥാ ദേവി സ്വർഗമുക്തി പ്രദായിനി ത്വം സ്തുത സ്തുതയേ കാവ ഭവന്തു പരമോക്തയ എന്ന്. ഇനി ത്വം സർവഭൂത, അതായത്
സർവഭൂതങ്ങളിലും അവിടുന്ന് അടങ്ങിയിരിക്കുന്നു, വിശ്വത്തിലുള്ള സകല രൂപങ്ങളിലും. അതുപോലെ ദേവി അവിടുന്നാണ് ത്വം സർവഭൂത ദേവി എന്ന് പറഞ്ഞിരിക്കുന്നത്. സർവഭൂതങ്ങളിലും അവിടുത്തെ ദർശിക്കാൻ കഴിയും. ദേവി അവിടുന്നാണ് സർവഭൂതങ്ങളും. സ്വർഗമുക്തിപ്രദായിനി, അതായത് സ്വർഗമുക്തി കൊടുക്കുന്നത്, സ്വർഗസുഖവും മോക്ഷവും എല്ലാം കൊടുക്കുന്നത് അവിടുന്ന് തന്നെയാണ് എന്ന് പറഞ്ഞിരിക്കും. പ്രദായിനി എന്ന് പറഞ്ഞാൽ ദാനം ചെയ്യുന്നവൾ, കൊടുക്കുന്നവൾ. യഥാ ത്വം സ്തുത, ഇപ്രകാരം എപ്പോൾ അവിടുന്ന് സ്തുതിക്കപ്പെടുന്നുവോ, തഥാ വാ, അപ്പോൾ എപ്പോൾ സ്തുതിക്കപ്പെടുന്നുവോ അപ്പോൾ, സ്തുതയേ അവിടുത്തെ സ്തുതിക്കായിക്കൊണ്ട്, ക പരമോക്തയ, ക എന്ന് പറഞ്ഞാൽ ഏതൊരു ശക്തിയാണുള്ളത് എന്ന് ചോദിച്ചിരിക്കുന്നത്. ഭവന്തു എന്ന് പറഞ്ഞാൽ ഭവിച്ചിരിക്കുന്നു. ഏത് ശക്തി ഭവിച്ചിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ഒരു ശക്തിയും ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം. സർവഭൂതങ്ങളിലും വ്യാപിച്ചിരിക്കുന്നവൾ എന്ന് പറയാം. അതുപോലെ തന്നെ സർവഭൂതങ്ങളിലും പ്രാപിച്ചിരിക്കുന്നവൾ എന്ന് വേണമെങ്കിലും പറയാം. ദേവലോകത്തുള്ള ഇന്ദ്രൻ, നമ്മൾ പറയുന്ന സ്വർഗത്തിലാണ്, ദേവന്മാരാണ് ഏറ്റവും കൂടുതൽ സുഖലോലുപരായിരിക്കുന്നവൻ എന്നാണ് പറയുന്നത്. ആ സ്വർഗസുഖത്തെയും മോക്ഷത്തെയും കൊടുക്കുന്നവൾ ദേവിയാണ്. അതുപോലെ തന്നെ സർവഭൂത എന്ന് പറഞ്ഞ് സർവഭൂതങ്ങൾക്കും സർവപ്രാണികൾക്കും ഭാഗ്യത്തെ കൊടുക്കുന്നവൾ എന്നാണ്. സർവഭൂത യഥാദേവി സ്വർഗമുക്തി പ്രദായിനി എന്ന് പറഞ്ഞിരിക്കുന്നത്. ദേവിയുടെ സ്തുതി യോജിക്കുന്നില്ല എന്ന് പിന്നെയും പറയുവാണ്. അതായത് എത്ര സ്തുതിച്ചാലും മതിയാവില്ല ദേവിയെ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്തിരുവടി സ്വർഗമോക്ഷപ്രദയാണ്. അതുപോലെ തന്നെ എപ്പോൾ സ്തുതിക്കപ്പെടുന്നുവോ അപ്പോൾ സർവാത്മികയായ അവിടുത്തെ സ്തുതിക്കുന്നത് അത് അത്ര സ്തുതിക്കാൻ തന്നെ പ്രാപ്തമല്ല എന്നാണ്. സ്തുതിക്കേണ്ട ആവശ്യമില്ല, അതിന് തന്നെ ഞങ്ങൾ അയോഗ്യരാണ് എന്നാണ്. നിന്തിരുവടി സർവഭൂതങ്ങൾക്കും ശുഭഭാഗ്യങ്ങളെ കൊടുക്കുന്നവളായതുകൊണ്ട് അവിടുത്തെ സ്തുതിക്ക് സമൃദ്ധമായിട്ട് സ്തുതിക്കാൻ പറ്റിയ വാക്കുകളേ ഇല്ല. എന്തു സ്തുതിച്ചാലും അത് മതിയായില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അത് ഒന്നുകൂടെ വായിക്കാം. സർവഭൂത യഥാദേവി സ്വർഗമുക്തിപ്രദായിനി ത്വം സ്തുത സ്തുതയേ ഗാവാ ഭവന്തു പരമോക്തയഃ. ഇനി അടുത്ത ശ്ലോകം. സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദി സംസ്ഥിതേ സ്വർഗാപവർഗതേ ദേവി നാരായണി നമോസ്തുതേ. സർവസ്യ ബുദ്ധിരൂപേണ ദേവി, അല്ലയോ ദേവി, സർവസ്യ ബുദ്ധിരൂപേണ എന്ന് പറഞ്ഞാൽ എല്ലാ ജനങ്ങളുടെയും ഹൃദയത്തിൽ ബുദ്ധിരൂപേണ ബുദ്ധിയായിട്ട് സംസ്ഥിതേ സ്ഥിതി ചെയ്യുന്നവളെ, സ്വർഗാപവർഗതേ, അതുപോലെ ആ കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞതുപോലെ സ്വർഗതുല്യമായ സുഖങ്ങളും മോക്ഷവും തരുന്നവളെ, നാരായണി, അല്ലയോ നാരായണി, നാരായണ ശക്തിയാണ് നാരായണി. തേ നമ അസ്തു, അവിടുത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് പറയാണ്. അല്ലയോ ദേവി, സർവ്വജനങ്ങളുടെയും ഹൃദയത്തിൽ അവിടുന്ന് വസിക്കുന്നു, അവിടുന്ന് സ്ഥിതി ചെയ്യുന്നു, സ്വർഗതുല്യമായ സുഖങ്ങളും മോക്ഷവും പ്രദാനം ചെയ്യുന്നു അവിടുന്ന്. അതുപോലെ തന്നെ നാരായണീ ദേവി, അവിടുത്തെ ഞാൻ സ്തുതിക്കുന്നു അല്ലെങ്കിൽ നമസ്കരിക്കുന്നു എന്ന് പറയുകയാണ്. സർവസ്യ ബുദ്ധിരൂപേണ ജനസ്യ ഹൃദയ സംസ്ഥിതേ സ്വർഗാപവർഗതേ ദേവി നാരായണി നമോസ്തുതേ. ഈ സ്തോത്രം ഇത് നാരായണി സ്തുതിയാണ്. അപ്പോൾ ദേവിയെ ഏതെല്ലാം രൂപത്തിലാണ് സ്തുതിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ബുദ്ധി രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു സർവ്വജനങ്ങളിലും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നാരായണി എന്ന വാക്കിന് ജീവസമൂഹത്തിൽ തന്നെ സ്ഥാനഭൂതയായിരിക്കുന്നവൾ എന്നാണ്. അതുപോലെ ബുദ്ധിരൂപേണ എന്ന് പറഞ്ഞാൽ എല്ലാ അന്ധകരണ രൂപത്തോടും കൂടി, അതായത് നാരായണൻ്റെ ശക്തിയാണ് നാരായണി. നാരങ്ങൾ എന്ന് പറഞ്ഞാൽ അയനമായി സ്ഥാനമായി ഉള്ളവൻ. അതുപോലെ തന്നെ അതായത് പൃഥ്വി, തേജോ, വായു, ആകാശം, ഇതാണ് പഞ്ചഭൂതങ്ങളിൽ. അതിൽ അപ് എന്ന് പറഞ്ഞാൽ അതിന് സ്ഥാനമായി ഉള്ളവൻ എന്നാണ്. ജലശായിയായവൻ എന്ന അർത്ഥമുണ്ട്. അതുപോലെ നരസമൂഹം അയനമായുള്ളവൻ എന്ന് പറയാം, സർവാന്തര്യാമി എന്ന് പറയാം. ഇനി അയനം എന്ന വാക്കിന് കഥ എന്നും അർത്ഥമുണ്ട്. അതൊന്നും പറയേണ്ട ആവശ്യമില്ല. അത്രയും നമ്മളിപ്പം ഈ വരികളുടെ അർത്ഥം ഒന്ന് അറിഞ്ഞാൽ മതിയെന്ന് തോന്നുന്നു. ഈ അധ്യായത്തിൽ ആദ്യ ശ്ലോകത്തിൽ ദേവന്മാർ കാർത്യായനിയെ സ്തുതിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ടിപ്പം നാരായണിയാണ് നമസ്കരിക്കുന്നത്. സകല സ്ത്രീകളും ഈ കാർത്യായനി ദേവിയുടെ അംശങ്ങൾ തന്നെയാണെന്ന് നമ്മൾ പഠിച്ചു. അത് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങൾക്ക് മാത്രം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. നമ്മളെ എപ്പോഴും കാർത്യായനിക്കും നാരായണിക്കും വ്യത്യാസമൊന്നുമില്ല, എല്ലാം ഒരു ദേവി തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഒരു ദേവിയെ ഭിന്ന രൂപത്തിൽ തന്നെ ഇങ്ങനെ സ്തുതിക്കുകയാണെന്ന് മനസ്സിലാക്കിയാൽ മതി.
ഇനി അടുത്ത ശ്ലോകം നോക്കാം. കലാകാഷ്ടാദിരൂപേണ പരിണാമപ്രദായിനി വിശ്വസ്യോപരതൗ ശക്തേ നാരായണി നമോസ്തുതേ. കലാകാഷ്ടാദിരൂപേണ, കല എന്ന് പറഞ്ഞാൽ നമ്മുടെ കലകൾ തന്നെ, കാഷ്ഠ തുടങ്ങിയ കലാരൂപം, കാലരൂപം കൊണ്ട്. അതുപോലെ ഇവിടെ കലാകാഷ്ഠ എന്ന് പറയുന്നത് 18 നിമേഷങ്ങളിൽ, കല എന്ന് പറയുന്നത് 30 കാഷ്ഠകളുടെയും കാലമാണ്. അതായത് കാഷ്ഠ, കല, ക്ഷണം, മുഹൂർത്തം, അഹോരാത്രം, പക്ഷം, ഋതു, അയനം, സംവത്സരം ഇത്യാദി കാലരൂപങ്ങളെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ബാല്യം, യൗവനം, വാർദ്ധക്യം, വയോ അവസ്ഥ, വാർദ്ധക്യമാണ് വയോ അവസ്ഥ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള വിശേഷങ്ങൾ മൂലം നമ്മൾ മാറ്റം വരുമല്ലോ നമുക്ക്. അപ്പോഴും നമ്മൾ ദേവിയാണ് ആശ്രയിക്കുന്നത്. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ മാറ്റത്തിനും വിഷയീഭൂതയായിരിക്കുന്നത് ദേവിയാണ്. അങ്ങനെ ആ ശക്തിയോട് കൂടിയവളെ, അല്ലയോ രുദ്രരൂപയല്ലേ നാരായണി, നിന്തിരുവടിക്ക് നമസ്കാരം ഭവിക്കട്ടെ എന്നാണ് ഇതിൽ പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ പാല് കടഞ്ഞ് നമ്മൾ പാല് ഉറയൊഴിച്ച് തൈരാക്കും, തൈരിൽ നിന്ന് നമ്മൾ വെണ്ണ എടുക്കും, അതുപോലെ മോരുണ്ടാക്കും എന്ന് പറയുന്ന പോലെ പല രൂപത്തിൽ ഈ പ്രപഞ്ചത്തിലെല്ലാം കാണപ്പെടുന്നു. അതുപോലെ തന്നെ പക്ഷേ ഇതെല്ലാം കിട്ടുന്നത് പാലിൽ നിന്നാണ് അല്ലേ എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ ദേവി. എല്ലാം ഓരോ അവസ്ഥ, അത് നമ്മുടെ പ്രായത്തിൻ്റെ അവസ്ഥാഭേദം പോലെ തന്നെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പരിണാമപ്രദായിനി, പല ഭാവത്തെ പ്രദാനം ചെയ്യുന്നവളെ, വിശ്വസ്യ എന്ന് പറഞ്ഞാൽ വിശ്വത്തിൻ്റെ, പ്രപഞ്ചത്തിൻ്റെ, ഉപരതവും അവസാന വിഷയത്തിൽ, ശക്തേ സാമർഥ്യമുള്ളവളെ, നാരായണി തേ നമോസ്തുതേ, നാരായണി നിന്നെ നമസ്കരിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എല്ലാം നശിപ്പിക്കാനും പ്രദാനം ചെയ്യാനും ശക്തിയുള്ള ഈ വിശ്വത്തിൻ്റെ നാശത്തിന് തന്നെ ഹേതുഭൂതയായിട്ട് ശക്തിയോടുകൂടിയവളെ, അല്ലയോ നാരായണീ ദേവി, അവിടത്തേക്ക് നമസ്കാരം എന്ന് പറഞ്ഞിരിക്കുകയെന്ന്. ഇവിടെ ദേവി രക്ഷിക്കുന്നു, അതുപോലെ തന്നെ സംഹരിക്കുന്നു, അതിന് കഴിവുള്ള ദേവി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കലാകാഷ്ടാദിരൂപേണ പരിണാമപ്രദായിനി വിശ്വസ്യോപരതോ ശക്തേ നാരായണി നമോസ്തുതേ. അടുത്ത ശ്ലോകം സർവമംഗളമാംഗല്യേ. എല്ലാവർക്കും അറിയാവുന്ന ശ്ലോകമായതല്ലേ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഇവിടെ സർവമംഗളമംഗല്യാണ്, സകല മംഗളങ്ങൾക്കും കാരണഭൂതയാണ്. അതിൻ്റെ കാരണം, അതായത് അതിൻ്റെ മുഖരൂപം തന്നെ ദേവിയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ശിവേ, ശിവ മംഗളത്തെ ചെയ്യുന്നവൾ, കല്യാണത്തെ ചെയ്യുന്നവൾ, ഐശ്വര്യത്തെ ചെയ്യുന്നവൾ. സർവാർത്ഥസാധികേ, അതായത് ഇവിടെ അർത്ഥം എന്ന് പറഞ്ഞാൽ സർവധനങ്ങളും, ഇവിടെ പുരുഷാർത്ഥങ്ങളാണ്, എല്ലാ പുരുഷാർത്ഥങ്ങളെയും സാധിപ്പിക്കുന്ന ദേവി. ശരണ്യേ, ശരണം പ്രാപിക്കാൻ യോഗ്യയായവളാണ്, ഞങ്ങൾ അവിടുത്തെ ശരണം പ്രാപിക്കുന്നു. ത്രയംബകേ, ഇവിടെ ത്രയംബകം എന്ന് പറഞ്ഞാൽ 3 കണ്ണുകളോട് കൂടിയവളെ. ഗൗരി, സ്വർണ്ണ നിറത്തോടു കൂടിയവളെ. നാരായണി, അല്ലയോ നാരായണി ദേവി, അവിടുത്തെ ഞാൻ നമസ്കരിക്കുന്നു എന്ന് നമ അസ്തു ഭവിക്കട്ടെ. ഇനി സകല മംഗളങ്ങളുടെയും മംഗള സ്വഭാവരൂപിണിയായി, കല്യാണകാരിണിയായി, സർവപുരുഷാർത്ഥങ്ങളെയും സാധിപ്പിച്ചു തരുന്നവളായി, ശരണം പ്രാപിക്കാൻ യോഗ്യയായി, എല്ലാത്തിനും ആശ്രയിക്കാൻ യോഗ്യയായിരിക്കുന്ന 3 കണ്ണുകളോട് കൂടിയവളായ, സ്വർണ്ണവർണ്ണത്തോടുകൂടി മനോഹരിയായിരിക്കുന്ന ദേവി നാരായണി, അവിടത്തേക്ക് നമസ്കാരം എന്ന് പറയുകയാണ്. ഇനി ശിവ എന്ന് വിളിച്ചിരിക്കുന്ന ഇവിടെ പാർവതി ദേവിയാണ് കേട്ടോ. അല്ലെങ്കിൽ രമ, രമ എന്ന് പറയുമ്പോൾ ലക്ഷ്മി ദേവിയാവും, ലക്ഷ്മി ദേവിയോടും പറയാം. ഇനി സർവാർത്ഥ സാധിക എന്നതിൽ സംശയമില്ല എന്ന് തോന്നുന്നു. അതായത് സർവാർത്ഥങ്ങളെയും സാധിച്ചു തരുന്നവൾ. സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. അടുത്ത ശ്ലോകം സൃഷ്ടിസ്ഥിതി വിനാശാനാം ശക്തിഭൂതേ സനാതനി ഗുണാശ്രയേ ഗുണമയേ നാരായണി നമോസ്തുതേ. ഇവിടെ സൃഷ്ടിസ്ഥിതി വിനാശം, അതാണ് ഈ 3 അവസ്ഥകൾ. സൃഷ്ടിസ്ഥിതി വിനാശാനാം, അതായത് സ്ഥിതി സംഹാരങ്ങൾക്ക് ശക്തിഭൂതേ, ആദ്യത്തെ ശ്ലോകത്തിൽ പറഞ്ഞത് ഒന്നുകൂടെ വിസ്തരിച്ച് പറഞ്ഞിരിക്കുന്നു. അതിന് ശക്തിയായിരിക്കുന്ന ദേവി. സനാതനി എന്ന് പറഞ്ഞാൽ അന്തമില്ല, നിത്യയാണ്, എന്നും നിലനിൽക്കുന്നതാണ്. ഗുണാശ്രയേ, സത്വാദി 3 ഗുണങ്ങൾക്ക്, സത്വരജസ്തമോ ഗുണങ്ങൾക്ക് ആശ്രയമായുള്ളവളെ. ഗുണമയേ നാരായണി ഗുണസ്വരൂപേ, അല്ലയോ ലക്ഷ്മി ദേവി, അവിടുത്തെ
നമസ്കാരം ഭവിക്കട്ടെ. അവിടുത്തെ ഞാൻ നമസ്കരിക്കുന്നു. ഇത് ദേവി സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ എന്ന് പറഞ്ഞാൽ സൃഷ്ടി. ഇവിടെ നമ്മൾ വിചാരിക്കേണ്ടത് ലക്ഷ്മി ഇല്ലാതെ വിഷ്ണു ഇല്ല, അതുപോലെ പാർവതി ഇല്ലാതെ ശിവനും ഇല്ല, അതുപോലെ പിന്നെ അടുത്തത് ലക്ഷ്മി, സ്ഥിതി, രുദ്രൻ, ബ്രഹ്മാവ്, സരസ്വതി ദേവി, ജ്ഞാനം, ബുദ്ധിയുടെ ദേവതയാണ്. ഇങ്ങനെ എല്ലാവരും പത്നി സമേതരാണ്. അതുകൊണ്ടാണ് ഇവിടെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ശക്തിയില്ലാതെ ഒന്നും സംഭവിക്കില്ല. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളുടെ ശക്തികളായ ബ്രഹ്മ, വിഷ്ണു, രുദ്രാദികളായി ഭാവിച്ചിരിക്കുന്നതും അതുപോലെ തന്നെ നിത്യയും സത്വരജസ് തമോ ഗുണങ്ങളുടെ സാമ്യാവസ്ഥയിലുള്ളവളും ആ രൂപത്തോടു കൂടിയവളും അതുപോലെ തന്നെ വളരെ വിശാലമായ സ്വഭാവാദി ഗുണങ്ങൾക്ക് ആശ്രയമായുള്ളവളും അതുപോലെ ശബ്ദാദി സ്വഭാവം കൊണ്ട് ഗുണങ്ങളുടെ സ്വഭാവമായി തീർന്നിരിക്കുന്നവളും അല്ലയോ നാരായണി, അവിടുന്ന് തന്നെയാകുന്നു. അവിടുത്തേക്ക് നമസ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. സൃഷ്ടിസ്ഥിതി വിനാശാനാം ശക്തിഭൂതേ സനാതനി ഗുണാശ്രയേ ഗുണമയേ നാരായണി നമോസ്തുതേ. നമുക്ക് ഇന്ന് 10 ശ്ലോകം കൊണ്ട് നിർത്താമെന്ന് ബാക്കി അടുത്ത വീഡിയോയിൽ പറയാം. എല്ലാവർക്കും നമസ്കാരം. നല്ല ദിവസം ഉണ്ടാകട്ടെ, നല്ല സമാധാനവും സന്തോഷവും നിറഞ്ഞ ജീവിതം ഉണ്ടാകട്ടെ എല്ലാവർക്കും. എല്ലാവരും ദേവിയെ ആശ്രയിക്കുക, ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല ഒന്നിനും. എല്ലാം ദേവിയുടെ തൃപ്പാദത്തിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നന്ദി, നമസ്കാരം.